7 വർഷമായിട്ട് ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. ജനുവരി 7-നാണ് ഡയറ്റ് തുടങ്ങിയത്. ഫെബ്രുവരി 7-ന് അന്ന് തന്നെ ഇൻസുലിൻ നിർത്തി. 2 നേരം ഇൻസുലിൻ എടുക്കുന്ന ആളായിരുന്നു. 5 ടൈപ്പ് മരുന്ന് ഉപയോഗിച്ചിട്ടും എൻ്റെ HbA1c 11.9 ആയിരുന്നു. അത് ഒരു മാസം ഈ ഡയറ്റ് തുടങ്ങിയപ്പോൾ 8.7 ആയിട്ട് മാറി. പിന്നെ ഇപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ ഒരിക്കലും 100-ൽ കൂടാറില്ല എന്നതാണ് സത്യം. പിന്നെ എനിക്ക് മുട്ടുവേദന നല്ലോണം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഡയറ്റിലാണ് മാറിയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ വെയിറ്റ് 11 കിലോ കുറഞ്ഞു. 2 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ എൻ്റെ വയറിന് മേലെയുള്ള അളന്ന് വെക്കണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 4.5 ഇഞ്ച് കുറഞ്ഞു. പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ PCOD ഉണ്ടായിരുന്നു. എനിക്ക് മാസമുറ കൃത്യമായി വരാത്ത ആളായിരുന്നു. ഇപ്പൊ കറക്റ്റ് 28 ദിവസത്തിനുള്ളിൽ തന്നെ സാധാരണ നോർമൽ സ്റ്റേജിൽ മാസമുറ വരാറുണ്ട്. സത്യം പറഞ്ഞാൽ 2 മാസം 3 മാസമൊക്കെ കൂടിയിട്ടാണ് പീരീഡ്സ് വരാറുണ്ടായിരുന്നത്. ഇതൊക്കെ എല്ലാവരും പറയാൻ മടിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഒരുപാട് ഡൗട്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്. പിന്നെ എന്റെ ഷോർട്ട് സൈറ്റ് ഞാൻ ഗ്രൂപ്പിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2.5 ആയിരുന്നു ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നത്. അത് എപ്പോഴും പിന്നെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ കണ്ണട തരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, ഹൈ ഷുഗർ ആയതുകൊണ്ട്. അപ്പൊ അത് 2 ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ 3 മാസം കൂടി ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കണ്ണട മാറ്റാൻ, അതായത് 1.5 വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പൊ വീണ്ടും കണ്ണട മാറ്റേണ്ടി വരില്ലേ എന്ന് വെച്ചിട്ട് ഞാനിപ്പോ കണ്ണട വാങ്ങിക്കാണ്ട് നിന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ മുനീർ സാർ പറഞ്ഞ പോലെ തടിച്ചാലും ആള് പറയും, മെലിഞ്ഞാലും പറയും. ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് എന്താ ഷുഗർ നല്ലോണായോ ഇത്രയും ക്ഷീണിച്ചത് എന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളിപ്പോ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ, പക്ഷെ പൈസ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവരും പിന്മാറി. അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം ഇത്രയും കാലം ഇത്രയും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പല അസുഖങ്ങളും എനിക്ക് നന്നായി മാറിയിട്ടുണ്ട്. താങ്ക് യു. 2 മാസമായിട്ട് ഈ ഡയറ്റിൽ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രശ്നം ഡയബറ്റിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ട്രൈഗ്ലിസറൈഡ് വളരെ ഹൈ ആയിരുന്നു, 300 അടുത്തെത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ് ഇന്നലെ നോക്കുമ്പോൾ 137 ആണ്. പിന്നെ അതുപോലെ വെയിറ്റ് 4 കിലോ കുറഞ്ഞു. പിന്നെ ആരോണമൊക്കെ ഒരു 5-6 സെന്റിമീറ്റർ കുറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഹാപ്പിയാണ്. എനിക്ക് ഒരു വർഷം മുമ്പ് കാലിന്റെ മടമ്പിൽ വേദന വന്നു. ഞാൻ ആയുർവേദ ഡോക്ടറെ കാണിച്ച സമയത്ത് പറഞ്ഞു കുറെ കഷായം കുടിച്ചു, പക്ഷെ ഒന്നുകൊണ്ടും മാറ്റം വന്നില്ല. അപ്പൊ അദ്ദേഹം വെറുതെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഷുഗർ നോക്കണമെന്നാണ്. അപ്പൊ നോക്കിയ സമയത്ത് 160 കണ്ടു. അതിനുശേഷം ഞാൻ ഭക്ഷണം കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു. അതിനിടയ്ക്കാണ് വഫാ സാഹിബിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. വഴിയിൽ വെച്ചല്ല, ഞാനൊരു വേറൊരു ആവശ്യത്തിന് അദ്ദേഹത്തിനെ പോയി കണ്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് വാട്സപ്പിലൂടെ ആദ്യമായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലെത്തുന്നത്. ഡിസംബർ 1 മുതൽ ഞാൻ ഈ LCS ഡയറ്റ് തുടങ്ങി. അതിനുശേഷം ഒരു മാസത്തോളം കണ്ടിന്യൂ വളരെ സ്ട്രിക്റ്റ് ആയി ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അതായത് എനിക്ക് 150 ഉണ്ടായിരുന്നത് പിന്നീട് എനിക്ക് പിന്നെ നോക്കിയ സമയത്ത് 83-ലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ 83, 85, 95 വരെയൊക്കെ പോകാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ സ്വീറ്റ് കഴിച്ചു നോക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്റെ ഒരുപാട് വിഷമങ്ങൾ മാറി. കുറച്ച് വയറ് ചാടിയിരുന്നു. ഞാൻ ഓഫീസിൽ ക്ലർക്കൽ വർക്കാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വയറെല്ലാം പോയി. ഇപ്പം നിങ്ങൾക്ക് കാണാം 7 കിലോ വരെ ഞാൻ കുറഞ്ഞു. 70 കിലോ ഉണ്ടായിരുന്നു, ഇപ്പം 63 ആണ്. അൽഹംദുലില്ലാഹ്. കൊല്ലത്തു നിന്നാണ് വരുന്നത്. 20 വർഷമായിട്ട് ഞാൻ ഡയബറ്റിക്കാണ്. ഡയബറ്റിക്കിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എല്ലാവർക്കും പറ്റുന്നത് പോലെ തന്നെ ഡോക്ടർമാരുടെ ഉപദേശം അപ്പടി അനുസരിച്ച് പണികിട്ടിയ ഒരാളാണ്. ക്രമേണ ഓരോ തവണയും ഓരോ ഡോക്ടർ, ആദ്യം ഡോക്ടേഴ്സ് പറഞ്ഞു സ്ട്രിക്റ്റ് ഡയറ്റ് നോക്കണമെന്ന് പറഞ്ഞു. അത് കുറെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഡയനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം ഡയനിൽ വളരെ പ്രശ്നമുള്ള മെഡിസിനായിട്ട് പിന്നീട് അവർ പറഞ്ഞു. അതിന്റെ കണ്ടിന്യൂഷനായിട്ട് പിന്നീട് കുറച്ച് ഫുഡ് കഴിക്കുന്നതായിരുന്നു നല്ലതെന്ന് പിന്നീടുള്ള ഉപദേശം കേട്ടു. അതിനുശേഷം വീണ്ടും ഇൻസുലിന്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു. കൂടി കുറെ കഴിഞ്ഞപ്പോൾ ഇനി ഇൻസുലിൻ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ളൊരു കണ്ടീഷനിലെത്തി. അത് കഴിഞ്ഞിട്ട് ഇൻസുലിൻ കുറയ്ക്കുക, ഗുളികയുടെ അളവ് കൂട്ടുക എന്നുള്ള രീതിയിലായി. അതിനിടയിൽ എനിക്ക് ഗ്ലോക്കോമയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒപ്റ്റിക്കൽ നെർവ്സിന്റെ ഇതിനെ ബാധിക്കുന്ന കാര്യം അധികം പേരൊന്നും പറയാത്തൊരു കാര്യമാണ്. ഗ്ലോക്കോമ ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡി ചെയ്തൊന്നും കിട്ടിയൊരു അറിവും കൂടെയാണ്. ഇപ്പോൾ ഞാൻ
ഡിസംബർ 24 ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് എനിക്ക് 210 ഉണ്ടായിരുന്നു. ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്തു, മെറ്റ്ഫോർമിൻ സ്റ്റോപ്പ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 120 ഇപ്പോൾ എന്റെ റിസൾട്ട് 133 മെഡിസിൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആസ്പിരിൻ അടക്കം ആന്റിപ്ലാസ്റ്റ് ചെയ്തതാണ്. ആസ്പിരിൻ അടക്കം സ്റ്റോപ്പ് ചെയ്തിട്ടും എനിക്ക് പ്രോബ്ലം. എന്റെ പേര് ഷംസുദ്ദീൻ. ഞാനിവിടെ കോഴിക്കോട് മാങ്കാവ് സ്വദേശിയാണ്. 1993 മുതൽ ഞാൻ ഡയബറ്റിക്കാണ്. കഴിഞ്ഞ 20 കൊല്ലം ഞാൻ സൗദി അറേബ്യ റിയാദിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ റിയാദിലുള്ള കാലത്തൊക്കെ ഞാൻ ഡയബറ്റിക്കിന് വേണ്ടി ചികിത്സിച്ചിരുന്നു. അന്ന് ഡോക്ടർ ഇതുപോലെ ഗുളികയും ഇൻസുലിനും എല്ലാം ഞാൻ എടുക്കുകയുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, മരുന്ന് കഴിക്കും, അതിനോടൊപ്പം തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചോറ് തിന്നുന്ന കാര്യത്തിലൊന്നും ഒരു നിയന്ത്രണം ഡോക്ടറും വെച്ചില്ല. വാസ്തവത്തിൽ ഡോക്ടർ ആ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു നിയന്ത്രണം വെക്കേണ്ടിയിരുന്നു. രോഗിയെ പരിശോധിച്ച ശേഷം നിങ്ങൾ ഇന്നെല്ലാം ഭക്ഷണത്തിൽ നിങ്ങൾ അതിൽ നിയന്ത്രണം വെക്കണം എന്നുള്ള ഒരു കണ്ടു. ഡോക്ടർമാർ ഇപ്പോൾ പൊതുവെയുള്ള ചികിത്സാ സമ്പ്രദായത്തിൽ തന്നെ അവർ ആ ഭക്ഷണത്തിലെ നിയന്ത്രണം വരുത്തുന്നില്ല. അങ്ങനെ ഞാൻ ചികിത്സിച്ച് ഇവിടെ നാട്ടിൽ വന്ന ശേഷമാണ് ഈ LCHF ഡയറ്റുമായി ഞാൻ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 108 ചൊരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, ഇൻസുലിനും എടുക്കുന്നുമില്ല. അപ്പോൾ ആ നിലക്ക് ഇത്തരത്തിലുള്ള ആ ഡയബറ്റിസ് ഇവിടെ അബീബ് സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് തന്നെ ഒരു വളരെ ഭാഗ്യമായി കാണുന്നു. ഇതൊരു പ്രചരിപ്പിച്ച് ഡോക്ടർമാരിലും ഒരു ബോധവൽക്കരണം നടത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തൃശ്ശൂർ ജില്ല മതിലകം കൊടുങ്ങല്ലൂർ അടുത്തുള്ളവരാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നാണ്. സാർ, ഞാൻ ഈ ഡയബറ്റീസ് ഇത് തുടങ്ങിയിട്ട് ഞാൻ ഡിസംബർ ലാസ്റ്റിലാണ് കാണുന്നത്. ജനുവരി 1 ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് എന്റെ ഷുഗർ ലെവൽ അന്ന് 200 മേലെയായിരുന്നു. ഫാസ്റ്റിങ് 4 ഗുളിക കഴിച്ചിരുന്നു. എനിക്ക് 2003 തുടങ്ങിയത്. 5 ഗുളിക ഞാൻ അന്ന് ഹാഫ് ഗുളികയിൽ തുടങ്ങിയിട്ട് ഞാനിത് തുടങ്ങുന്നത് വരെ 5 ഗുളികയിലാണ് ഞാൻ നിന്നിരുന്നത്. പിന്നെ അന്ന് മുതൽ പിന്നെ ഗുളികളൊക്കെ നിർത്തി. ഒരാഴ്ച കൊണ്ട് എനിക്ക് 69 ഷുഗർ 69 വരെ എത്തി. അപ്പൊ ഞാൻ പേടിച്ചിട്ട് ഞാൻ സാറിന് മെസ്സേജ് അയച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ലോ ഷുഗർ ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. അത് സാർ പറഞ്ഞ് പേടിക്കണ്ട, അത് ഹൈ ആയിട്ട് വരും. ഇപ്പൊ കുറച്ച് കൂടി നിൽക്കുകയാണ് സത്യത്തില്. കാരണം അതിനിടയ്ക്ക് ഇപ്പൊ നാട്ടിലൊക്കെ വന്നപ്പോ ചെറുതായിട്ട് കാർബോ കഴിക്കേണ്ട വന്നുകൊണ്ട് എന്തായാലും പിന്നെ വലിയൊരു നഷ്ടം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സത്യം പറഞ്ഞാല് ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ കഴിച്ചെങ്കിലും തടി മുഴുവൻ അങ്ങോട്ട് എനിക്ക് വെച്ച തടിയൊന്നും തരുന്നില്ല. ആകെ 82 കിലോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് 10 കിലോ ഒരു മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞു. പിന്നെ പാൻറ്റൊക്കെ 2 പ്രാവശ്യം മാറ്റണ്ട, 4 ഇഞ്ച് അരവണ്ണം കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടുകാർ കംപ്ലീറ്റ് ഷുഗർ പേഷ്യൻസ് ആണ്. പക്ഷെ സ്ത്രീകളാരും ഇതിലേക്ക് വരാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം അതായത് ചോറ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപാടി അവർക്കില്ല. എന്നാലും ഞാൻ വന്നിട്ടൊരു ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പൊ എന്റെ ഉമ്മാനെയും എന്റെ പെങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവന്ന്, പെങ്ങള് ഈ ഇൻസുലിനാണ് ചെയ്തിരുന്നത്. അവള് 280 മേലെ ഫാസ്റ്റിംഗ് ഷുഗർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വെളുപ്പിന് വന്നതാണ്. ഇന്ന് രാവിലത്തെ ടെസ്റ്റ് അനുസരിച്ച് ആള് തുടങ്ങിയിട്ട് 6 ദിവസമായിട്ടുള്ളൂ. ഇത് LCHF തുടങ്ങിയിട്ട്. ഈ 6 ദിവസവും ഞാൻ ഇൻസുലിൻ ചെയ്യിച്ചിട്ടില്ല. 5 ദിവസമായിട്ട് ആള് ഇത് തുടരുന്നുണ്ട്. ഇന്നത്തെ ഷുഗർ ലെവല് 130 ഫാസ്റ്റിംഗ്. 280 ഉണ്ടായിരുന്ന ആളാണ്. അയാള് 2 തവണ ഇൻസുലിൻ കുത്തിവെച്ചതാണ്. ഇത് സെയിം ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കൂടുതൽ നീട്ടിപ്പരുത്തി പറയുന്നില്ല. സാറിന് ഇവയിലേക്ക് സ്വാഗതം. 23-ാം തീയതി വരുന്ന പരിപാടിയിലേക്ക് സാറിനും ഫാമിലിക്കും സ്വാഗതം. ഞാൻ ഈ ഫാറ്റ് ലിവർ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറിനെ ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ വെള്ളം അടിക്കാറുണ്ടോ ചോദിച്ചു. മദ്യപിക്കുന്ന ഒരാൾക്ക് വരുന്ന സുക്കറാണ് നിങ്ങൾക്ക് എന്തായാലും വന്നത്. ഞാൻ മദ്യപിക്കാറില്ല. നിങ്ങൾക്ക് മദ്യപിക്കുന്ന ഒരാൾക്ക് വരുന്ന സുക്കറാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അത് വെച്ച് കുറെ കാലം ഞാൻ ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ അളിയൻ പറഞ്ഞാണ് ഇങ്ങനെ അബീബ് സാർ ഇങ്ങനെ ഫറൂഖ് കോളേജിൽ വെച്ചിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്, നിങ്ങൾ നേരിട്ട് വന്നാലേ അതിന്റെ മഹത്വം അറിയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ വിശ്വാസമാവില്ല, നിങ്ങൾ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ഒന്നും നോക്കിയില്ല. കാരണം ഇതിങ്ങനെ എടുത്തും തീർക്കും ഇങ്ങനെ ഇതിന്റെ ബുദ്ധിമുട്ട് അത്രക്കുണ്ടായിരുന്നു. ഞാൻ അച്ഛക്ക് വണ്ടി എടുത്ത് സ്കൂളിൽ ഇവിടെ പരിപാടി കഴിയാനായിരുന്നു. ആകെ അരമണിക്കൂറേ ഞാൻ കേട്ടിട്ടുള്ളൂ. ആ പരിപാടി ഞാൻ എല്ലാം പങ്കെടുത്ത് എനിക്ക് അതിനനുസരിച്ചുള്ള മാറ്റപ്പുണ്ട്. മരുന്നൊന്നും കഴിക്കുന്നില്ല. പിന്നെ വയറ് നല്ലോണം കുറഞ്ഞു. അതുപോലെ തന്നെ നല്ലൊരു ഉന്മേഷവും പിന്നെ നമുക്ക് എല്ലാ ഇതിലും നല്ലൊരു ഉന്മേഷമുണ്ട്. എൻ്റെ പേര് അബ്ദുൽ നാസർ, ചാവക്കാട് ഒരുമനൂരാണ് സ്ഥലം. ഞാൻ ഈ LCHF ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പറായത് എൻ്റെ അനുജനും ഭാര്യയ്ക്കും വേണ്ടിയായിരുന്നു. അനുജനെ ഇതേമാതിരി ഇൻസുലിൻ എടുക്കുന്ന ആളായിരുന്നു, ദുബൈയിലാണ്. അവന് ഞാൻ ഈ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവനിപ്പോൾ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ
തുടങ്ങി 4 ദിവസം ആകുമ്പോഴത്തേനും അവൻ ഇൻസുലിൻ നിർത്തി. പിന്നെ ഇത് അവൻ തുടങ്ങി ഇത് ഇൻസുലിൻ നിർത്തി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പെണ്ണുങ്ങളൊന്നും ചോറ് തിന്നണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഏക്കാൻ പോകുന്നില്ല. കാരണം അവന്റെ ഇൻസുലിൻ നിർത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ ഭാര്യനെ നിർബന്ധിച്ച് ചെയ്യിക്കണത്. ഇതാ അത് കഴിഞ്ഞിട്ടാണ് എന്റെ മരുമകളുടെ ഉമ്മ തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ഈ ഹബീബ് സാറിന്റെ ഈ സിസ്റ്റം ഉപയോഗിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം നിൽക്കുന്നുണ്ടെങ്കിൽ, പെണ്ണുങ്ങൾക്ക് ഷുഗർ ഉണ്ട്, നിങ്ങൾ ചെയ്തോളേന്ന് പറഞ്ഞിട്ട് മാറരുത്. ഞാൻ എന്റെ പെണ്ണിന് വേണ്ടിയിട്ട് അവള് കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കണം. ഇപ്പൊ ഞാൻ 10 കിലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അതേമാതിരി ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. ജാബിർ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, കൊറ്റമല. വളരെ ചെറുപ്പത്തില് ഷുഗർ പിടിപെട്ട ഒരാളാണ്. അന്ന് ആദ്യം കണ്ട സമയത്ത് 500-ലധികമായിരുന്നു. അതായത് 23-ാമത്തെ വയസ്സ്. അങ്ങനെ ഡോക്ടർമാരുടെ പല തരത്തിലുള്ള ഡോക്ടർമാരും അവരുടെ തെറ്റായ നിർദ്ദേശങ്ങളും മരുന്നും കഴിച്ചിട്ട് ഒരുവിധം മോശപ്പെട്ട അവസ്ഥയിലെത്തി. അവസാനം ദുബൈയിലായിരുന്നു. ഈ കുറച്ച് 4 മാസം മുമ്പ് ഹബീബ് സാറിനോട് ഇതിനെ കുറിച്ചിട്ട് അറിയുന്നത് വരെ ഇവിടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എത്രയും പെട്ടെന്ന് കഴിക്കുന്ന മരുന്നിന്റെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന് കൊടുത്തു. അതുപോലെ അദ്ദേഹം പറഞ്ഞ് അതിൽ ഒരു അപകടകരമായിട്ടുള്ള ഒരു മരുന്നുണ്ട്, അത് ഇന്ന് തന്നെ നിർത്തണം എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ് നടക്കുന്നത് അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലെയും ബാധിച്ച് വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ അത് അന്ന് തന്നെ നിർത്തി. പിന്നെ ക്രമേണായിട്ട് എല്ലാ മെഡിസിൻസും നിർത്തി. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ തെറ്റായിട്ടുള്ള പക്ക പറയേണ്ടതാണ്, പല ഡോക്ടർമാരോടും തെറ്റായിട്ടുള്ള പല തരത്തിലുള്ള ഉപദേശങ്ങളും ഓപ്പറേഷനും ഈ നടുവേദന ഇത് പ്രമേയ രോഗത്തിനോടനുബന്ധിച്ചിട്ടുള്ള വരാവുന്ന ഒരു കാര്യമാണെന്ന് പിന്നീട് മനസ്സിലായത്. ഡോക്ടർമാർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാന്നായിരുന്നു. ഒരു കാരണവശാലും അങ്ങനെ ആർക്കെങ്കിലും തെറ്റായിട്ടുള്ള ധാരണ അത് ചെയ്യരുത് ഈ ഇതായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ. അതുകൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇതിൽ ഏർപ്പെട്ടത്. അദ്ദേഹം എന്തോ ഭാഗ്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഡോക്ടർ ആകാതിരുന്നത്. ഹബീബ് സാറിനെ കുറിച്ച് പറഞ്ഞു, ഡോക്ടർ ആയിരുന്നെങ്കിൽ ഈ സേവനം കിട്ടില്ലായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലും കാര്യമായിട്ട് പോയായിരുന്നു. അതുകൊണ്ട് കഴിയുന്നവർക്ക് ഇത് ഈ മെസ്സേജ് എത്തിക്കുക, അതേപോലെ തന്നെ ഇത് ഫോളോ ചെയ്യുക. എന്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഞാൻ ഈ ഗ്രൂപ്പിലെത്തിച്ചപ്പെട്ടത്. അദ്ദേഹം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 16 വർഷമായി പ്രമേഹ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. കേരളത്തിലുള്ള എല്ലാ ചികിത്സാ രീതികളും പുതിയതും പഴയതുമായ എല്ലാ രീതികളും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. അവിടെ നിന്നും ഒരു സമാധാനമോ ശമനമോ ലഭിച്ചിരുന്നില്ല. ഈ ബാറ്റ് തുടങ്ങിയതിനു ശേഷമാണ് ഒരു പ്രമേഹ രോഗി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സുരക്ഷിതമാവുകയും സമാധാനമാവുകയും ചെയ്തത്. ഞാൻ ഏറ്റവും പ്രയാസപ്പെടുന്നത് ഈ ഷുഗറിന്റെ സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന വിറയലാണ്. അത് പൂർണ്ണമായും സുഖമായി. അതേപോലെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമായിരുന്നു. അതൊക്കെ എനിക്ക് വളരെ സുഖമായ ഒരവസ്ഥയിലെത്തി. ഏതായാലും ജഗദീശ്വരനായ കരുണാവാരിധിയായ ദൈവത്തിന് നന്ദി രേഖ. എന്റെ പേര് പരീകുട്ടി, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എന്റെ ഒരു സ്നേഹിതൻ ഡോക്ടറുടെ മീഡിയ വണ്ണിലെ ഇന്റർവ്യൂ വേറെ ഒരു 2 പാർട്ട് 1ഉം പാർട്ട് 2 യൂട്യൂബിലെ ഒരു സ്പീച്ചും എനിക്ക് അയച്ചു തന്നു. അതുപ്രകാരം ഞാൻ അന്ന് തന്നെ ഈ LCHF സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 40, 30, 70 യൂണിറ്റ് 100 UL ഇൻസുലിൻ എടുത്തിരുന്ന ആളായിരുന്നു. ഇപ്പൊ എനിക്ക് അന്ന് തന്നെ ഞാൻ ഇൻസുലിൻ നിർത്തി. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ എനിക്ക് എന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇന്നലെ ചെക്ക് ചെയ്തപ്പോ 152 ഉള്ളൂ. കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്. 4 വർഷം മുമ്പ് ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ മൊയ്പ്പിന് ബോൾ ചെയ്യുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെട്ടു. പിന്നീട് വലതുഭാഗം ചെരിഞ്ഞു കിടക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കര ക്ഷീണം അനുഭവപ്പെട്ടത്. സെൽഫായി ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത സമയത്ത് 460 PPBS, FBS 352 അങ്ങനെ കുറച്ചു കാലം ടാബ്ലറ്റ് കഴിച്ചെങ്കിലും അത് സ്വമേധയാ നിർത്തി.
പിന്നീട് കുറച്ച് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ 350. അതിനിടയിലാണ് LCHF-നെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞത്. പഠിക്കുകയും ഞാൻ 2 മാസത്തോളമായി കണ്ടിന്യൂ ചെയ്യുന്നു. ഒരാഴ്ചയായി വലതുഭാഗം ചെരിഞ്ഞു കിടക്കുമ്പോൾ വേദന ഇല്ല. അതേപോലെ തന്നെ മസിലുകൾക്കുള്ള വേദന അതും പോയി. ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ FBS 103 PPBS 190. അതിൽ എനിക്കുള്ള സംശയം, ഈ LCHF തുടങ്ങിയതിനു ശേഷം 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അതിൽ PPBS 138 പിന്നെ 168 പിന്നെ അത് 190 ഉയരുകയാണ്. അതേ സ്ഥാനത്ത് FBS നന്നായി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് 103 എത്തിയിട്ടുണ്ട്. അതെന്താണ് PPBS ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി നമുക്ക് മനസ്സിലാക്കി തരുമെന്ന് ഇടയിൽ വിശ്വസിക്കുന്നു. ഈ ഡയറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഞാൻ ചേർന്നിട്ടില്ല. ഇതിനെപ്പറ്റി പഠിക്കാനാണ് ഞാൻ വന്നത്. എനിക്കിതിനെപ്പറ്റി വിവരം കിട്ടിയത് ഞാനൊരു 3 ആഴ്ച മുമ്പ് സൗദി സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഒരു ബന്ധു ഷുഗർ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട ആളാണ്. അയാൾ അവിടെ ഇത് നടക്കുന്നുണ്ട്. അതിൽ ചേർന്നുകൊണ്ട് അയാൾക്ക് അത് പെട്ടെന്ന് സുഖമായിട്ടുണ്ട്. അയാൾ നോർമലിൽ എത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതമായി. ഇതൊന്ന് പഠിക്കണമല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, മാത്രമല്ല അത് ഭാഗികമായി പഠിച്ചിട്ട് ഇത് ചേർന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കൃത്യമായി പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു മെസ്സേജ് വിട്ടുതരാം, കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നിങ്ങൾ അസ്മാ ടവറിൽ പോകണം. അങ്ങനെ ഇവിടെ എത്തിയതാണ്. കൂടുതൽ വിവരം ഇവിടുന്ന് കിട്ടുമെന്ന് പ്രതീക്ഷയോട് നിർത്തുന്നു. പിന്നെ LCHF കഴിഞ്ഞ 2 മാസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രീ ഡയബറ്റിക് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ 2 വർഷം മിംസ് ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെന്നും അതുപോലെ തന്നെ പ്രീ ഡയബറ്റിക് ആണെന്നും ഭക്ഷണം ഫാറ്റി ഫുഡ് കഴിക്കരുത് എന്നും അതുപോലെ തന്നെ കരളിലെ പിന്നെ കൊഴുപ്പ് കുറയാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് എടുക്കണമെന്നും പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് മരുന്നെടുത്തു. ശേഷം അതിൽ ഫലം കാണാത്ത ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് LCHF-നെ കുറിച്ച് കേൾക്കുകയും ഇതിലേക്ക് മാറുകയും ചെയ്തത്. ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ് പഴയതിൽ നിന്നും ഒരുപാട് നോർമലിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ബിലോ 100 ആണ്. ദൈനംദിന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പോകുന്നു. വയറ് കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഏകദേശം 7 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. സന്തോഷവാനാണ്. 5 വർഷത്തോളമായി ഷുഗർ പേഷ്യന്റാണ്. അതിനുശേഷം വളരെ കാര്യമായി ശ്രദ്ധിക്കാറില്ലായിരുന്നു. 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഇക്രയിൽ പെങ്ങളെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവിടുന്ന് മുട്ടുവേദന ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 360 ആയിരുന്നു ഷുഗർ നിലയുണ്ടായിരുന്നത്. അങ്ങനെ 2 നേരം പിന്നെ രാവിലെയും വൈകുന്നേരവും ഗ്ലൂക്കോണം ജീവൻ ഫോർട്ട് എന്നുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ബാംഗ്ലൂരിലെ നമ്മൾ ഷുക്കൂറാജി നിർബന്ധിച്ചുകൊണ്ട് ഈ ഡയറ്റിലേക്ക് ഉള്ള പ്രചോദനം നൽകി. പക്ഷെ ഞാൻ വളരെ മടിച്ചാണെങ്കിലും ഒരു 10-15 ദിവസത്തിന് ശേഷമാണത് ആരംഭിച്ചത്. അൽഹംദുലില്ലാ തുടക്ക ദിവസത്തിൽ ഞാൻ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്റേത് 185 ആയിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ 165, പിന്നെ 145. അങ്ങനെ ഒരു മാസത്തിനുള്ളിലായിക്കൊണ്ട് എനിക്കത് 98 കുറക്കാൻ കഴിഞ്ഞു. ഇപ്പോഴ് പല പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴും 95, 98 ആ രീതിയിലാണുള്ളത്. അൽഹംദുലില്ലാ വലിയ മാറ്റങ്ങളാണ് എനിക്കിതിലുണ്ടായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇത് നമ്മുടെ അസുഖങ്ങൾ ഭേദമാകാനുള്ള ഒരു വഴിയായി അല്ലാഹു നമുക്ക്